ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം കേൾക്കുവാനായി ശ്രദ്ധയോടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആദ്യമായിട്ടൊരു ക്രിസ്തീയ ഗാനത്തിൻ്റെ ഏതാനും വരികൾ ഞാനിന്ന് പാടുകയാണ്. നിങ്ങളിൽ പലർക്കും അറിയാവുന്നതായ പാട്ടാണ്. അതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ ഈണമുള്ളവരായ നിങ്ങൾ ഈ ഗാനം ചേർന്ന് പാടുകയാണെങ്കിൽ കൂടുതൽ ഹൃദ്യമായിരിക്കും. ലോകമഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യവീടൊന്നുണ്ടവിടെയെത്തി കർത്തനോടുകൂടെ വിശ്രമിപ്പാൻ. ലോകമഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യവീടൊന്നുണ്ടവിടെയെത്തി കർത്തനോടുകൂടെ വിശ്രമിപ്പാൻ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ഒരു വിശ്വാസത്തോണിയിൽ യാത്ര ചെയ്യുന്ന ജീവിതമാണ് ഓരോ വിശ്വാസിയുടെയും ജീവിതം. ആ ജീവിതയാത്രയിൽ ധാരാളം പ്രശ്നങ്ങൾ നേരിടുവാനുണ്ട്. നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹവും ആവശ്യവും ശാന്തമായ, സുഗമമായ, തിരകളില്ലാത്തതായ, എതിർപ്പുകളൊന്നുമില്ലാത്തതായി ശാന്തമായി ഈ മഹാസമുദ്രത്തിൽ കൂടി അങ്ങ് സുഖശീതളച്ചായയിൽ യാത്ര ചെയ്ത് അക്കരദേശത്ത് എത്തണമെന്നുള്ളതാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതം ഒരിക്കലും അങ്ങനെ ശാന്തമായ ഒരു പടകിൽ യാത്ര ചെയ്യുന്നതായ ഒരു യാത്രയല്ല. കാറ്റും കോളും ഉള്ളതായ ഒരു ജീവിതയാത്രയാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തിലെ പ്രതികൂല കാറ്റുകൾ, അതിനെക്കുറിച്ച് അല്പസമയം നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതായ ഒരു കാര്യമുണ്ട്. കർത്താവ് അന്ന് പകലത്തേതായ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് അല്പസമയം പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് മലമുകളിലേക്ക് കയറിപ്പോയി. അപ്പോഴാണ് അന്ന് കൂടെ ഉണ്ടായിരുന്ന ആ ജനം കർത്താവ് മലമുകളിലേക്ക് പോയി എന്നറിഞ്ഞ് ഓടിക്കൂടി വലിയ ഒരു കൂട്ടം, പുരുഷന്മാർ തന്നെ 5000 ഉണ്ടായിരുന്നപ്പോൾ എത്രയോ വലിയൊരു കൂട്ടമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ അന്വേഷിച്ച് ആ മലമുകളിലേക്ക് ചെന്നു. അവിടെ കർത്താവ് വിശ്രമിക്കുവാനും പ്രാർത്ഥിക്കുവാനായി ചെന്നു. എങ്കിലും ഇടം കയ്യേത് വലം കയ്യേതെന്നറിയാതെ ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിയവരും ചീതറിയവരുമായി അഭയം തേടി സമാധാനം തേടി വന്നതായ ആ ജനത്തോട് കർത്താവായ യേശു ക്രിസ്തു ആ നിർജ്ജന പ്രദേശത്തിരുന്ന് തിരുവചനം പറഞ്ഞു. സമയം പോയത് അറിഞ്ഞില്ല. വന്നവരെല്ലാം വളരെ ആകാംക്ഷയോടെ ആ സമാധാനത്തിൽ ലയിച്ച് വചനം കേട്ടുകൊണ്ടിരുന്നു. സന്ധ്യയായി. അപ്പോഴാണ് കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, നേരം വളരെ വൈകിയല്ലോ, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ അന്ധാളിച്ചു പോയി. ഇത്രമാത്രം ജനത്തിന് ഈ നിർജ്ജന പ്രദേശത്ത് എന്തുമാത്രം ഭക്ഷണം കരുതിയാലാണ്? അവർ കർത്താവിനോട് ആകെ പറഞ്ഞു, കർത്താവെ, ഞങ്ങളുടെ കയ്യിൽ ആകെയുള്ളത് 5 അപ്പവും 2 മീനുമാണ്. ഇത്രമാത്രം ജനത്തിന് ഇത് അല്പം പോലും മതിയാകുന്നതുമല്ല. ഉള്ളത്
ഞങ്ങൾ നിനക്ക് തരുവാൻ തയ്യാറാണ്, പക്ഷേ ഇത് അല്പം പോലും അതിന് മതിയാകുന്നതല്ല എന്ന് ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ പറഞ്ഞു. ഇപ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. അത് ഇങ്ങു കൊണ്ടുവരുവീൻ എന്ന് അവൻ പറഞ്ഞു. നമുക്ക് തോന്നും നമ്മളുടെ ജീവിതം ഏതുമില്ല, ഒന്നുമില്ല, ഒന്നിനും പോരാത്തതാണ്, ഒന്നിനും മതിയാകുന്നതല്ല എന്ന് നമ്മൾക്ക് നമ്മളെക്കുറിച്ചുള്ളതായ വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ളതായ നമ്മുടെ കൊച്ചു ജീവിതത്തെ, നമ്മളുടെ എല്ലാ റിസോഴ്സസും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് കൊടുക്കുവാനാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. അവരേതായാലും ഭാഗ്യവശാൽ അവർക്കുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ചു, അവരെ സമൃദ്ധിയായിട്ട് പറഞ്ഞയച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവരെ അന്നത്തെ ആ വൈകിട്ടത്തെ സമയം അങ്ങനെ ശാന്തമായിട്ട് പിരിഞ്ഞുപോയി. അതിനുശേഷം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പടകിൽ കയറി അക്കരയ്ക്ക് ഗന്നേസര ദേശത്തേക്ക് പോയിക്കൊള്ളുക, ഞാൻ അല്പസമയം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശിഷ്യന്മാർ വളരെ സന്തോഷത്തോടെ ഒരുമിച്ച് യാത്ര പോയി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്ക് കേട്ട അനുസരിച്ച് തന്നെയാണ് യാത്ര പുറപ്പെടുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. 22-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. 23-ാമത്തെ വാക്യം വായിക്കാം. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. 24-ാം വാക്യം നമുക്ക് വായിക്കാം. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. വചനപ്രകാരം യാത്ര പുറപ്പെടുമ്പോൾ അത്ര പ്രതീക്ഷിച്ചല്ല അവർ പോകുന്നത്. പക്ഷേ യാത്ര തുടങ്ങിയപ്പോഴാണ് കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ അവരുടെ യാത്ര വളരെ ദുഷ്കരമായി തീർന്നു. അവരുടെ യാത്രയിൽ അവർ വളരെ വലഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം. അവർക്ക് കഴിയാവുന്നതുപോലെ എല്ലാവരും അധ്വാനിച്ചു. ഒരു കാരണവശാലും കരയിൽ നിന്ന് പല നാഴിക ദൂരത്തായി അവരുടെ പടക്, വളരെ ദൂരത്തായി ആഴക്കടലിൽ അവരായിരിക്കുമ്പോൾ ഈ രാത്രി സമയത്ത് പ്രതികൂലമായ കാറ്റിൻ്റെ ഇടയിൽ എങ്ങനെ മുന്നോട്ട് പോകേണ്ടെന്ന് അവർക്ക് അറിയാതെ വളരെ ആശങ്കപ്പെട്ടും ഭയപ്പെട്ടും ആകുലപ്പെട്ടും ഇരിക്കുന്നതായ സമയത്താണ് 4-ാം യാമത്തിൽ കർത്താവായ യേശു ക്രിസ്തു അവരുടെ അടുക്കൽ വന്നു. സ്തോത്രം. 26-ാമത്തെ വാക്യം. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. അവരെ കടലിൽ കൂടി യാത്ര ചെയ്യുന്നതും 4-ാം യാമത്തോളം തണ്ടുവലിച്ച് വലയുന്നതും പരിഭ്രമിക്കുന്നതും അവർ ആശയേറ്റ് നിലവിളിക്കുന്നതും എല്ലാം കണ്ടുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മലമുകളിൽ തന്നെ ഉണ്ടായിരുന്നു. 4-ാം യാമത്തിൽ യേശു അവരുടെ അടുക്കൽ ചെന്നു. പക്ഷേ അവരുടെ ഹൃദയം ദുഃഖത്താലും ഭാരത്താലും ആകുലതകളാലും നിറഞ്ഞിരുന്നുകൊണ്ട് അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു പെടാവുന്നതായ ഒരു സാഹചര്യം ഇതാണ്. ആകുലപ്പെട്ടും വ്യാകുലപ്പെട്ടും നാളെ എന്തെന്ന് വിചാരിച്ചും ഇവിടെ തീരുകയുള്ളൂ എന്ന് വിചാരിച്ചെല്ലാം നമ്മൾ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു സമാധാനിപ്പിക്കുവാനായി നമ്മുടെ അടുക്കൽ വന്നാലും നമ്മൾ തിരിച്ചറിയണമെന്നില്ല. അവർ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. അതുവരെയും യേശുവിനോടുകൂടെ സഞ്ചരിച്ചവരായിരുന്നുവെങ്കിലും ആ നിമിഷത്തിൽ അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവരെ ഭൂതമെന്ന് വിചാരിച്ച് പേടിച്ച് നിലവിളിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അല്പസമയം നമ്മുടെ ചിന്ത ആ ഭാഗത്തേക്കൊന്ന് കൊണ്ടുപോയിക്ക്. 4-ാം യാമത്തിൽ ആ ഇരുട്ടുള്ള സമയത്ത് കർത്താവായ യേശു ക്രിസ്തു അവരുടെ അടുക്കിലേക്ക് അടുത്തു വരുമ്പോൾ അവരെ ഭൂതമെന്ന് വിചാരിച്ച് എല്ലാവരും കൂടി പേടിച്ച് നിലവിളിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, 27-ാം വാക്യം. ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഞാനാകുന്നു മക്കളെ, പേടിക്കേണ്ട. ഞാൻ ഭൂതമല്ല. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുവാനായി, നിങ്ങളെ സഹായിക്കുവാനായി, നിങ്ങൾ വലയെന്ന് കണ്ട് നിങ്ങളെ തേടി തന്നെ ഞാൻ വന്നിരിക്കുകയാണ്. ഭയപ്പെടേണ്ട, ഞാൻ ആകുന്നു എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തു പടകിൽ കയറി. ദൈവത്തിന് സ്തോത്രം. ശീമോൻ പത്രോസ് എടുത്ത് വെള്ളത്തിലേക്ക് ചാടി. അവൻ കാറ്റ് കണ്ട് പേടിക്കിയാൽ വീണ്ടും അവൻ മുങ്ങി തുടങ്ങിയപ്പോൾ, അല്പവിശ്വാസിയെ, നീ എന്തിനു ഭയപ്പെട്ടു എന്ന് പറഞ്ഞ് കൈ കൊടുത്ത് പത്രോസിനെ ആ പടകിലേക്ക് കയറ്റി അവർ ഒരുമിച്ച് യാത്ര മുന്നോട്ട് ശാന്തമായി നീങ്ങുന്നതാണ് നമ്മളവിടെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവൻ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശീമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടുക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവീൻ,
ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഗലീല കടലിന്റെ തീരങ്ങളിൽ മത്സ്യബന്ധനവുമായി കഴിഞ്ഞിരുന്ന ഇവരെ, ഒന്നും അറിയാത്തവരായവരെ, ക്രിസ്തീയ ജീവൻ എന്താണെന്ന് അറിയാത്തവരെ യേശുക്രിസ്തു നേരെ ചെന്നിട്ട് വിളിച്ചു, നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. വലിയ സ്വർഗീയമായ ഒരു വിളി വാഗ്ദത്തം കൊടുത്താണ് ഈ ശിഷ്യന്മാരെ കർത്താവ് അന്ന് വിളിച്ചത്. പക്ഷെ അന്ന് വിളിച്ചതുകൊണ്ട് എന്തെങ്കിലും ആയോ? ഒന്നുമായില്ല. ആ വിളി കേട്ട് അവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടത്, ആത്മീയത്തിൽ വളർത്തിയെടുക്കേണ്ടത്, പരിപാലനത്തിൽ കൂടി അവരെ കൊണ്ടുവരേണ്ടത്, യേശു നല്ലവനാണെന്നും വല്ലഭനാണെന്നും എല്ലാത്തിന്മേൽ അധികാരമുള്ളവനാണെന്നും എല്ലാം അവർക്ക് അനുഭവങ്ങളിൽ കൂടി പകർന്നു കൊടുക്കേണ്ട കർത്താവിൻ്റെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് അവരുടെ അന്നത്തെ ആ യാത്രയിൽ പ്രതികൂലത്തിൻ്റെതായ കാറ്റ് അവരുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുകയായിരുന്നു. ഏതായാലും അവരെ ശാന്തമായി വീണ്ടും യാത്ര തുടർന്നു പോന്നു. 14-34 വാക്യം മുതലുള്ള 3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവർ അക്കരെത്തി ഗനസരേത്ത് ദേശത്ത് ചെന്നു. ഇടയ്ക്ക് പ്രക്ഷുബ്ധമായ അവസ്ഥയായിരുന്നുവെങ്കിലും അവർ അക്കരദേശത്തെത്തി ഗന്നേസര ദേശത്തെ അണഞ്ഞു. അപ്പോൾ അവിടെയുള്ളതായ ജനമെല്ലാം ഓടിക്കൂടി. അവരും ആവശ്യക്കാരായിരുന്നു, അവർ സമാധാനം തേടി അലയുന്നവരായിരുന്നു. അപ്പോഴാണ് കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് അവരറിഞ്ഞു. അവര് യേശുവിനെ തേടി ഓടിക്കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു. ഗന്നേസര ദേശത്തുണ്ടായിരുന്ന ആ പാവപ്പെട്ട ജനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, യേശുവെ, ഞങ്ങൾ നിന്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ ഒന്ന് തൊട്ടുകൊള്ളട്ടെ എന്ന് ചോദിച്ചു. അവരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു. സ്തോത്രം. അനേകരെ കരം പിടിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാനുമാണ് ഈ ശിഷ്യന്മാരെ കർത്താവ് വിളിച്ചതും വേർതിരിച്ചതും. സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ച് നോക്കുമ്പോൾ ഏതുമില്ലാത്തവരും അല്പന്മാരും നിസ്സാരന്മാരും എല്ലാമായിട്ട് യേശുവിനെ കാണുമ്പോൾ പേടിച്ച് വിറയ്ക്കുന്നവരായ നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് കർത്താവായ യേശുക്രിസ്തു കാണുന്നത് നമ്മുടെ ദേശത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സ്വന്തക്കാരുടെ ഇടയിൽ അനേകർ യേശുവിനെ അറിയാത്തവർക്ക് യേശുവിനെ ഒന്ന് തൊടുവാൻ, അവരുടെ അടുക്കിലേക്ക് ചെന്ന് യേശുവിനെ പകർന്നു കൊടുക്കുവാനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമതായി ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വന്നതായ ആ കാറ്റ്, പ്രതികൂലത്തിൻ്റെ കാറ്റ്, അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനും യേശുക്രിസ്തുവിനെ കൂടുതൽ അനുഭവിച്ചറിയുന്നതിനും യേശു നല്ലവനാണെന്നും വല്ലഭനാണെന്നും വിളിച്ചവൻ വിശ്വസ്തനാണെന്നും ഒരു കാരണവശാലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ ഒരിക്കലും നടുക്കടലിൽ അവൻ തള്ളിക്കളഞ്ഞിട്ട് പോകുന്നവനല്ല, നിശ്ചയമായും അവൻ വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാണെന്ന് അവരെ തന്നെ ഉറപ്പിക്കുവാനാണ് പ്രതികൂലത്തിൻ്റെ കാറ്റ് അന്ന് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വീശിയത്. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു കാറ്റ്, പ്രതികൂലത്തിൻ്റെ കാറ്റ് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ യാത്ര ചെയ്യുന്നതായ ഒരു കപ്പൽ യാത്രയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമായ ഭാഗമാണ്. അതിൻ്റെ 27-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കുറെ കഴിഞ്ഞിട്ട് അതിനു വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. കപ്പൽ കാറ്റിൻ്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. പൗലോസ് പറഞ്ഞതാണ്, ഇപ്പോൾ യാത്ര പുറപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ കപ്പലുടമയുടെയും മാലുമിയുടെയും വാക്ക് കേട്ടിട്ടാണ് യാത്ര പുറപ്പെട്ടു പോകുന്നത്. പക്ഷെ സംഭവിച്ചത് എന്താണെന്നാണ് നമ്മളിപ്പോൾ വായിച്ചത്. 27-ാമത്തിൻ്റെ 14-15 ഒന്നും കൂടി വായിക്കാം. കുറെ കഴിഞ്ഞിട്ട് അതിനു വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. ദൈവത്തിൻ്റെ വചനം അനുസരിച്ചല്ല അവരുടെ യാത്രയെങ്കിലും ആദ്യം അവർക്ക് തോന്നി നന്നായി കാര്യം സാധിച്ചു എന്ന് അവർക്ക് തോന്നിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന ഒരു കൊടുങ്കാറ്റടിച്ചു. കപ്പൽ കാറ്റിൻ്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ടങ്ങനെ പാറിപ്പോയി. പോകുന്നിടത്തേക്ക് പോകട്ടെ എന്ന് വിചാരിക്കുകയല്ലാതെ ഒരു കാരണവശാലും അതിനെ നിയന്ത്രിച്ച് ഒരു ദിശയിലേക്ക് കൊണ്ടുപോകാനോ ഒന്നും സാധിക്കാതെ അങ്ങനെ അവരുടെ കപ്പൽ യാത്രയിൽ ആ കപ്പൽ പാറിപ്പോയതായിട്ടാണ് നമ്മളവിടെ വായിക്കുന്നത്. ഈശാനമൂലൻ എന്നതായ വലിയ കൊടുങ്കാറ്റ് അവരുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചു. അവരുടെ കപ്പൽ യാത്രയിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ നല്ല ഉദ്ദേശത്തോടെയും നല്ലതെന്ന് തുടങ്ങി പലരുടെയും ഉപദേശം സ്വീകരിച്ച് ദൈവത്തിൻ്റെ വചനത്തിനനുസരിക്കാതെ പോയാൽ, പ്രിയമുള്ളവരെ, കുറേ കാലത്തേക്ക് നമുക്ക് തോന്നും വളരെ നല്ലതാണ്, വെച്ചടി ഉന്നമനമാണ്, അഭിവൃദ്ധിയാണ്, സമൃദ്ധിയാണ്, നന്നായി എന്ന് തോന്നും. പക്ഷേ ഒരു സമയം വരുമ്പോൾ ഈശാനമൂലൻ നമ്മുടെ ജീവിതത്തിന് എതിരെ അടിച്ചിട്ട് ജീവിതം പാറിപ്പോകും. അവസാനം നമ്മൾ തന്നെ കൈവിട്ടതായി നമ്മുടെ ജീവിതത്തെ നോക്കി നമ്മൾ തന്നെ പറയും, ഇനി എനിക്ക് ഇത് നിയന്ത്രിക്കാൻ സാധ്യമല്ല,
പോയ വഴിക്ക് ഇത് പോവുകയല്ലാതെ എൻ്റെ ജീവിതത്തിൽ സാധ്യമല്ല എന്ന് വിചാരിച്ച് മാറിപ്പോകുന്നതായ ഒരു ജീവിതം. പ്രിയമുള്ളവർ, ഇങ്ങനെയുള്ളതായ അനുഭവം നമ്മുടെ ജീവിതയാത്രയിൽ വരാവുന്നതാണ്. 27-ാം അധ്യായത്തിന് 20-ാം വാക്യം വായിക്കാം. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ട് ഇരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ദൈവത്തിന് സ്തോത്രം. വല്ലാത്ത കൊടുങ്കാറ്റടിക്കുന്നു, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണുന്നില്ല. ചീറിയടിക്കുന്ന ആ ഈശാനമൂലൻ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ മറ്റുപോയിട്ട് ഈ വലിയ കടലിൽ ഈ ജീവിതം തീരുകയുള്ളൂ എന്ന് വിചാരിച്ചിരുന്നതായവർ, ഈ വചനങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും എൻ്റെ ജീവിതം ഇനി കുമ്പെടുക്കുകയില്ല എന്നും ഈ അവസ്ഥയിൽ എൻ്റെ ജീവിതം തീർന്നു പോവുകയേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇനി ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ മറ്റുപോയവരായിട്ട് ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, സുവിശേഷം എന്ന് പറയുന്നത് സർവ്വലോകത്തിനുണ്ടാകുവാനുള്ളതായ മഹാസന്തോഷമാണ്. 27-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം നമുക്കൊന്ന് വായിക്കാം. ശേഷമുള്ളവർ പലകമേലും കപ്പലിൻ്റെ ഖണ്ഡങ്ങളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു. ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. There is a dawn after the dusk. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ സന്ധ്യയ്ക്ക് ശേഷം നാളെ ഒരു പ്രഭാതമുള്ള പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ദുഃഖവെള്ളിക്കാഴ്ചയ്ക്ക് ശേഷം പ്രിയമുള്ളവരെ ഒരു ഉയർപ്പിൻ്റെ ഞായറാഴ്ചയുണ്ട്. ജീവിതത്തിൽ എത്രമാത്രം അന്ധകാരവും നിരാശയും വഴിവിട്ട് ജീവിതത്തിൽ വഴിതെറ്റിപ്പോയിട്ട് നിരാശപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒരു കാര്യമാണ്. പൗലോസ്ലീഹ ആ കപ്പലിലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നതായ, ദൈവഹിതമറിയുന്നതായ പൗലോസ്ലീഹ അവിടെ പറയുന്നതായ കാര്യമുണ്ട്. ദൈവത്തിന് 25-ാം വാക്യം. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അവൻ ഞങ്ങളെ അക്കരെ എത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്തോത്രം. ഒന്നുമില്ലായ്മയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. സ്തോത്രം. വിശ്വസിപ്പാൻ നോക്കിയാൽ, നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ, ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഭൗതികമായ സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഒരു കാരണവശാലും ഇവിടെ ഒന്നും രക്ഷപ്പെടുകയില്ല ദൈവത്തിൽ. പക്ഷേ ഞാനൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്ത് വിശ്വസിക്കുന്നു? എന്നെ വിളിച്ചിറക്കിയവൻ അക്കരെ എത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ആ ഒരു വിശ്വാസ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അന്ധകാരത്തിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ അറ്റം കണ്ടു എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി ഒരടി പോലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കൂ. ഒരു പൊൻപുലരി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ദൈവത്തിന് 276 പേരടങ്ങിയതായ കപ്പൽ യാത്രയിൽ ഒരാളുടെയും ദൈവത്തിന് സ്തോത്രം ഒരു രോമത്തിന് പോലും കേടുവരാതെ എല്ലാവരും കരപറ്റി രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ ആ പ്രതികൂലത്തിൻ്റെ കാറ്റുകൊണ്ട് ശിഷ്യന്മാർ ദൈവത്തിന് സ്തോത്രം അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു, ആത്മാവിൽ വളർന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കാതെ കൊണ്ട് പുറപ്പെട്ട് പോയതായ ആ ജീവിതത്തിലെ പ്രതികൂലത്തിൻ്റെ കാറ്റ് വന്നു എങ്കിലും ദൈവത്തിന് സ്തോത്രം ഒരു ദൈവവൈതലിൻ്റെ പ്രാർത്ഥനയും ദൈവത്തിലുള്ള വിശ്വാസവും നിമിത്തം അവരെല്ലാവരും കരപറ്റി അക്കരെ അണിയുവാൻ ഇടയായി എന്നാണ് നമ്മൾ വായിച്ചത്. മൂന്നാമത്തേതായ ഒരു പ്രതികൂലത്തിൻ്റെ കാറ്റ് ദൈവത്തിൻ്റെ വചനം കേട്ട് പുറപ്പെട്ടതാണ് യോനാ പ്രവാചകൻ. ഇടങ്കൈയും വലകൈയും തിരിച്ചറിയാൻ സാധിക്കാത്ത നിനവയിലെ 1,20,000 ചില്ലുവാനും ഉള്ളതായ മനുഷ്യരും ധാരാളം മൃഗങ്ങളും ഉള്ളതായ ആ ദേശം ദൈവത്തിന് വിരോധമായി പാപം ചെയ്ത നിമിത്തം മുഴുവനായി നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആ ജനത്തെ രക്ഷിപ്പാനായി ദൈവം തിരഞ്ഞെടുത്ത് അയച്ചതായ പ്രവാചകനാണ് യോനാ പ്രവാചകൻ. നീ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിനു വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ടു. യാഫോവിലേക്ക് ചെന്ന് തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു. കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീശിലേക്ക് പോയി കളവാൻ അതിൽ കയറി. യഹോവയോ സമുദ്രത്തിലൊരു പെരുങ്കാറ്റടിപ്പിച്ചു. ഈ നിനവയിലെ ജനം മുഴുവൻ പാപം നിറഞ്ഞ് അത് മുഴുവനും നശിപ്പിക്കുകയില്ല, നിവർത്തിയില്ല എന്ന് കണ്ടതായ ആ ജനത്തെ അതിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ടാണ്, അവർക്ക് വചനം കൊടുക്കാത്ത അവരെ മാനസാന്തരത്തിലേക്ക് തിരിക്കുവാനാണ് യോനാ പ്രവാചകനെ ദൈവം ചട്ടം കെട്ടി അങ്ങോട്ട് നിയമിച്ചാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കാരണം ഒരു മനുഷ്യനും പാപത്തിൽ മരിക്കരുത്, എല്ലാവരും രക്ഷപ്പെടണമെന്നാണ് ദൈവത്തിന് എല്ലാ കാലത്തും ഉള്ളതായ ആഗ്രഹം.
യഹസ്കേൽ 18:23. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? ആരെങ്കിലും ഒരാളെങ്കിലും അങ്ങനെയല്ല, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ദുഷ്ടൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എന്റെ താല്പര്യം? അല്ലയോ എന്റെ താല്പര്യമെന്ന്. താല്പര്യം, ദൈവത്തിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും അവന്റെ പാപത്തിൽ മരിക്കരുത്. അവൻ അവരുടെ പാപവഴികളെ വിട്ടുതിരിഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനോട് നല്ലൊരു ജീവിതം നയിക്കണം. നഷ്ടപ്പെട്ടു പോകരുത് തന്നെയാണ് യഹോവയായ ദൈവത്തിന്റെ എക്കാലത്തെയും ഉള്ളതായ ആഗ്രഹം. അതുകൊണ്ടാണ് യോനാ പ്രവാചകനെ ആ നിനവയിലുള്ളതായ അത്രമാത്രം ജനത്തെ രക്ഷിക്കുവാനായി വചനം കൊടുത്ത് അവരെ മാനസാന്തരത്തിലേക്ക് തിരിക്കുവാനായിട്ട് ചട്ടം കെട്ടി ദൈവം പറഞ്ഞയച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടമോ ഒരു മനുഷ്യനെങ്കിലും നശിക്കരുതെന്ന് എനിക്ക് അല്പമെങ്കിലും വിചാരമുണ്ടോ എന്ന് ചോദിക്കാൻ ദൈവത്തിൻ്റെ ഹിതമറിയാതെയും ദൈവത്തിൻ്റെ സ്നേഹമറിയാതെയും ദൈവത്തിൻ്റെ ഹൃദയമറിയാതെയും പോകുന്ന യോനാ പ്രവാചകൻ, ദൈവത്തിൻ്റെ സ്തോത്രം, അവൻ്റെ ഇഷ്ടവും താല്പര്യവും അങ്ങനെ അല്ലായിരുന്നുകൊണ്ട് നേരെ എതിർദിശയിലേക്ക് തർശീസിലേക്കുള്ളതായ കപ്പൽ കയറി പോകുന്നതായ പ്രവാചകൻ, ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ അനുസരണം കെട്ട പ്രവാചകനെ തിരിച്ചു വരുത്തുന്നതിനുള്ളതായി കൊടുങ്കാറ്റാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. യഹോവയോ സമുദ്രത്തിലൊരു പെരുങ്കാറ്റടിപ്പിച്ചു. യഹോവയോ സമുദ്രത്തിലൊരു പെരുങ്കാറ്റടിപ്പിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇങ്ങനെ യാത്ര ചെയ്ത് സുഖമായിട്ട് കൂലി കൊടുത്ത് കപ്പൽ കയറി തർശൂസിലേക്ക് പോയിട്ട് യോനയോ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. കപ്പൽ പ്രക്ഷുബ്ധമാണ്, കടൽ വളരെ ഇളകി വശായിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് ഇതൊന്നും അറിയാത്തവനായി സമൂഹത്തിൽ നിന്ന് കിടക്കുന്നു, കുടുംബത്തിൽ നിന്ന് കിടക്കുന്നു, എന്തെല്ലാം വിനാശങ്ങൾ വരുന്നു, ഇതൊന്നും അറിയാതെ യോനാ പ്രവാചകൻ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് അന്വേഷിച്ച് കപ്പൽക്കാർ ഇവരാര് നിമിത്തമാണ് സംഭവിച്ചിരിക്കുന്ന എല്ലാം തേടി തേടി വന്നു. 8-ാം വാക്യം. അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം. നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന്? നീ ഏത് ദേശക്കാരൻ? നീ എങ്ങോട്ട് വന്നു? ഹു ആർ യു? ദൈവത്തിന്റെ സ്തോത്രം. നീ എങ്ങോട്ട് പോകുന്നവനാണെന്ന് ചോദിച്ചു. അപ്പോൾ 9-ാം വാക്യം യോനാ പ്രവാചകന്റെ മറുപടി എന്താണ്? അതിന് അവൻ അവരോട്, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരായി യാത്ര ചെയ്തു പോകുന്ന യോനാ പ്രവാചകൻ അപ്പോൾ പറയുന്നത്, ഞാൻ എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവൻ വിചാരിച്ച് ദൈവത്തെ ഭജിച്ചു വരുന്നുള്ള ലേബലിലാണ് അവൻ്റെ യാത്ര. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നേരെ എതിരായിട്ട് യാത്ര ചെയ്യുകയാണ്. അവസാനം അവന് മനസ്സിലായി. 12-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഈ ഒരു കാര്യം അവൻ്റെ ജീവിതത്തിൽ വരുവാനായിട്ടാണ് ആ വലിയ കൊടുങ്കാറ്റ് ആ കപ്പലിന്മേൽ അടിച്ചത്. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ മക്കളുടെ മേൽ, നമ്മുടെ സഭയിൽ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ, കർത്താവേ, ഞാൻ മൂലമാണ് ഈ കൊടുങ്കാറ്റ് എൻ്റെ കുടുംബത്തിൽ വന്നതെന്ന് നമ്മൾ തിരിച്ചറിയുവാനായ ദൈവം കൊടുങ്കാറ്റുകളെ നമുക്ക് തരും. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യമായി പോയി. ഏതായാലും അവനവിടെ നിന്ന് തിരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവൻ അനുദപിച്ചു. വീണ്ടും നിനവയിലേക്ക് ചെന്നു. ദൈവം എന്ത് കൽപ്പിച്ചുവോ ആ കാര്യം യോനയിൽ കൂടി തന്നെ നിവർത്തിച്ചു. അവിടുത്തെ ജനം മാനസാന്തരപ്പെട്ടു. എല്ലാവരും ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് അനുദപിച്ചു. ആ ദേശം രക്ഷപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. 4-ാമത്തെ ഒരു കൊടുങ്കാറ്റ് വേദപുസ്തകത്തിൽ പറയുന്നതായ കൊടുങ്കാറ്റല്ല. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ അപകടമായിരുന്നു 1912 ഏപ്രിൽ മാസം 14-ാം തീയതി അർദ്ധരാത്രിക്ക് സംഭവിച്ചതായ ടൈറ്റാനിക് കപ്പൽ അപകടം. ഇംഗ്ലണ്ടിലെ സതാംപ്ടൺ തുറമുഖത്ത് നിന്ന് ന്യൂയോർക്കിലേക്ക് യാത്ര പോയതായ ആഡംബര കപ്പൽ ഏതാണ്ട് 2200-ലധികം യാത്രക്കാരുമായി പോയതായ കന്നിയാത്രയിൽ ആ ടൈറ്റാനിക് കപ്പൽ ആ അർദ്ധരാത്രിയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഏതാണ്ട് 12,000 അടി ആഴത്തിലേക്ക് താഴ്ന്നു പോകുവാൻ ഇടയായി. ഇന്നും ആ കപ്പൽ അവിടെ തന്നെ കിടക്കുകയാണ്. ഏറ്റവും ഉല്ലാസ നൗകയായിരുന്നു ടൈറ്റാനിക്. എഡ്വേർഡ് സ്മിത്ത് ആയിരുന്നു അന്നത്തെ കപ്പിത്താൻ. വളരെ ഉല്ലാസമായിട്ട് യാത്ര പോകുന്ന ഏപ്രിൽ മാസം 10-ാം തീയതിയാണ് യാത്ര തുടരുന്നത്. 14-ാം തീയതി അർദ്ധരാത്രിക്കാണ് ഈ വലിയ അപകടമുണ്ടാകുന്നത്. എന്താണ് ടൈറ്റാനിക് കപ്പൽ തകരുവാനുണ്ടായ കാരണം? എന്താണ്? 7 പ്രാവശ്യം ടൈറ്റാനിക് കപ്പലിന് വാണിംഗ് കൊടുത്തിരുന്നു. നിങ്ങളുടെ മുമ്പിൽ ഒരു മഞ്ഞുമലയുണ്ട്, ഗതി മാറുക എന്ന്. പക്ഷേ
അത് ഓടിച്ചിരുന്നതായ കപ്പിത്താന് എഡ്വേർഡ് സ്മിത്തിന് ഒരിക്കലും അത് ചെയ്ക്കൊള്ളുവാൻ തോന്നിയില്ല. കാരണം ഈ കപ്പൽ ഒരിക്കലും മുങ്ങുകയില്ല, ഇത് മുന്നോട്ട് തന്നെ പോകും, എത്ര പ്രതിസന്ധിയെയും അതിജീവിച്ച് മുന്നോട്ട് പോകുമെന്ന് സ്വയമായി അഹങ്കരിച്ച് വാണിങ്ങുകളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയ കപ്പൽ അവസാന നിമിഷം ഗതി മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അതിന് സമയം കിട്ടിയില്ല. മഞ്ഞുമലയിൽ ഇടിച്ച് അന്ന് രാത്രി ആ വലിയ കപ്പൽ ഛേദമുണ്ടായി. ഏതാണ്ട് 1600 പരം യാത്രക്കാർ അന്ന് മരിച്ചുപോയി. ദൈവത്തിന് സ്തോത്രം. ഇന്നും ആ കപ്പൽ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, വാണിങ്ങുകളെ അവഗണിച്ച് നമ്മുടെ സ്വന്തം ശക്തിയിലും കഴിവിലും ആരോഗ്യത്തിലും യോഗ്യതകളിലെല്ലാം നമ്മൾ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ ഒരു നാൾ നമ്മുടെ കപ്പൽ, പ്രിയമുള്ളവരെ, വലിയ ഐസ്ബർഗിൽ ചെന്ന് ഇടിക്കും. ആനുകാലിക സംഭവങ്ങൾ നമുക്കറിയാമല്ലോ. കോടികൾ ആസ്തി ഉണ്ടാക്കിയതിന് ശേഷം അവസാനം സ്വന്തം കയ്യിലിരുന്ന പിസ്റ്റൽ നെറ്റിയിലേക്ക് വെച്ചിട്ട് ആത്മഹത്യ ചെയ്ത ചരിത്രങ്ങളെല്ലാം നമ്മൾ ആനുകാലികമായിട്ട് വായിക്കുകയാണ്. ഒരിക്കലും ഈ ലോകം നമുക്ക് സമാധാനം തരികയില്ല. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കൊച്ചു ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ കാര്യം. ടൈറ്റാനിക് കപ്പൽ ഇത്ര നാളായിട്ടും പൊക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഏറ്റവും വലിയൊരു സന്തോഷ വർത്തമാനം, എത്രമാത്രം ആഴത്തിലേക്ക് തകർന്നു പോയ ജീവിതത്തെയും ഒറ്റ വാക്കുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. മരിച്ച് 4 ദിവസമായി ശവക്കല്ലറയിൽ വെച്ചാൽ ലാസറിൻ്റെ ആ കല്ല് നീക്കിയിട്ട് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ തല ആ ശവക്കല്ലറയിലേക്ക് ഇട്ടിട്ട് ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ ജീവൻ പ്രാപിച്ചവനായി പുറത്തു വന്നു. സ്തോത്രം. എത്രമാത്രം ആഴത്തിലേക്ക് നമ്മുടെ ജീവിതം തകർന്നു പോയാലും ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു തുള്ളി രക്തം നമ്മുടെ ജീവിതത്തെ തിരികെ കൊണ്ടുവരും. നഷ്ടപ്പെടുവാൻ ജീവിതത്തെ നമുക്ക് പുതുക്കി മെനഞ്ഞു തരും. നമുക്ക് സുഗമമായി ജീവിതയാത്ര മുന്നോട്ട് പോവുകയും ചെയ്യാം. അക്കരെ ദേശത്ത് ദൈവത്തിന് സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്ത് നമുക്ക് എത്തിച്ചേരുകയും ചെയ്യാം. ദൈവനാമം മഹത്വപ്പെടുവാനായിട്ടാകട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്നേഹവാനായ കർത്താവേ, ഈ എൻ്റെ ജീവിതയാത്രയിൽ കർത്താവെ, ഞങ്ങൾ പല വിധത്തിലായ കൊടുങ്കാറ്റുകളെ അഭിമുഖീകരിച്ച് ഈ യാത്ര തുടരുകയാണ്. എൻ്റെ കർത്താവെ, ആഴങ്ങളിലേക്ക് താണുപോയ എൻ്റെ ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ തരുന്നു. നിൻ്റെ ഒരു തുള്ളി രക്തം എൻ്റെ ജീവിതത്തിലേക്ക് പകർന്ന് എൻ്റെ നെറ്റിയിൽ പുരട്ടി തകർന്നുപോയ എൻ്റെ ജീവിതത്തെ പുതുക്കി മെനയണമേ. കർത്താവെ, നിത്യശാന്ത തുറമുഖത്തിൽ തിരിച്ചരുവാൻ കർത്താവെ നീ എന്നെ സഹായിക്കണമേ. രക്തത്താലിൻ്റെ മുദ്രയിടണമേ. കർത്താവെ, വീഴ്ചയിൽ നിന്നെ എഴുന്നേൽപ്പിക്കണമേ. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.